Hi students, all of you welcome. Today we are going to discuss about our third chapter, that is electromagnetic induction. Electromagnetic induction. Electromagnetic induction. Okay, so in our first chapter we discussed about electricity, and in second chapter we studied about the magnetism. In our third chapter we will study about the combination of electricity and magnetism, that is electromagnetic induction. In the beginning of our chapter you can see a photo. In this photo, two students, they are discussing about a machine. That machine is a generator. They are discussing about how this generator produces large amount of electricity. Okay, in this chapter we will discuss about the producing of electricity. Okay, we know that electrical energy we know that electrical energy is a major part in our daily life. There are so many devices. In these devices, electrical energy is converted into different forms of energy. In iron box, electrical energy is converted into heat energy. But a bulb which converts electrical energy into light energy. In the case of an electric fan, electrical energy is converted into mechanical energy, and also other different forms of electrical energy, which is magnetic energy, chemical energy, sound energy, and so on. So electrical energy is very useful in our daily life. Okay, അപ്പോൾ നമ്മൾക്കറിയാം ഇലക്ട്രിക്കൽ എനർജിയെ ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ലാർജ് സ്കെയിൽ ഇലക്ട്രിസിറ്റി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? നമ്മൾക്കറിയാം, വി നോ അബൌട്ട് ദി സോളാർ സെൽ. What is the function takes place in the solar cell? In solar cell, solar energy is converted into electrical energy. അപ്പോൾ സോളാർ സെൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഡ്രൈ സെൽ ഓർ ബാറ്ററി, നമ്മൾ ബാറ്ററി ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. വാട്ട് അബൌട്ട് ദി ഡ്രൈ സെൽ? ഇൻ ഡ്രൈ സെൽ കെമിക്കൽ എനർജി കൺവേർട്സ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഇങ്ങനെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പല രീതികൾ നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത് വേറൊരു രീതിയാണ്. ഓക്കെ, അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ ലാർജ് എമൗണ്ടിൽ വൻതോതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം. വി നോ അബൌട്ട് ദി മോട്ടോർ പ്രിൻസിപ്പിൾ, അല്ലെ? മോട്ടോർ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾക്കറിയാം. മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എ കറന്റ് കാരിങ് കണ്ടക്ടർ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് experiences a force.
Okay, a current carrying conductor. Suppose there is a U-shaped magnet which have a north pole and south pole. ഒരു യു ഷേപ്പിലുള്ള മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് നോർത്ത് പോളും അതുപോലെ ഒരു സൗത്ത് പോളും ഉണ്ട്. ഇങ്ങനെയുള്ള ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു കോപ്പർ കണ്ടക്ടർ എ ബി എന്ന് പറയുന്ന ഒരു കോപ്പർ കണ്ടക്ടർ വെച്ചു. ആൻഡ് ഹിയർ വി കണക്റ്റഡ് എ സെൽ. ഒരു സെല്ല് കണക്ട് ചെയ്തു അല്ലേ. സോ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഹിയർ. ഇവിടെ ഒരു യു ഷേപ്പ് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കണ്ടക്ടർ, ഒരു കോപ്പർ റോഡാണ്. ഓക്കെ, കോപ്പർ റോഡ് ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഓക്കെ, വി നോ ദാറ്റ് അബൌട്ട് ദി മോട്ടോർ പ്രിൻസിപ്പിൾ. വെൻ എ കണ്ടക്ടർ carrying current is placed in magnetic field, it experiences a force. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അതുപോലെ ഇവിടെ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. അതുപോലെ തന്നെ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. So there are three factors here: magnetic field and a current carrying conductor. As a result of the combined working of magnetic field and current carrying conductor, we will get a force. അല്ലെ. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെച്ചാൽ ഒരു ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരു ഫോഴ്സ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു. How we can produce this electrical energy by using this principle? ഇതിന്റെ നേരെ റിവേഴ്സ് നമ്മൾ ചെയ്താൽ, അതായത് നമ്മൾക്ക് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ഈ കണ്ടക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. എന്താണ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് കിട്ടും. അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതിന് നേരെ റിവേഴ്സ്. സെക്കൻഡ് ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? ഒരു കണ്ടക്ടറിൽ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഈ കണ്ടക്ടറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കറണ്ട് കിട്ടുമോ? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇലക്ട്രിസിറ്റി. ബിക്കോസ് ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി വിച്ച് ഈസ് വെരി പർപ്പസ്ഫുൾ ഇൻ അവർ ലൈഫ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടോർ പ്രിൻസിപ്പിളിന്റെ റിവേഴ്സ്, അതായത് ഈ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് കിട്ടുമോ? ഈ കാര്യം കുറെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ ക്രിസ്ത്യനിസ്റ്റോട് പറഞ്ഞ പ്രിൻസിപ്പിൾ, അതായത് ക്രിസ്ത്യനിസ്റ്റിന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞു. അവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾക്ക് ചില ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ ഇലക്ട്രിക് കറണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കറണ്ട് ഇല്ലെങ്കിലുള്ള അവസ്ഥ നമുക്കറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക്കൽ കറന്റ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ഒരു കണ്ടക്ടറിൽ ഫോഴ്സും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറണ്ട് കിട്ടുമോ? ഇത് സയന്റിസ്റ്റുകൾ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം അവസാനം കണ്ടെത്തി, ഇഫ് യു ഹാവ് എ magnetic field and a conductor, then you can produce electric current. നിങ്ങളുടെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡും, അതായത് ഒരു മാഗ്നറ്റും, നിങ്ങളുടെ കയ്യിൽ ഒരു കണ്ടക്ടർ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ആര് കണ്ടെത്തി? മൈക്കൽ ഫാരഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്കൽ ഫാരഡേ നമ്മൾ പറയുന്നത് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ ആരെ പറയും? വൈദ്യുതിയുടെ പിതാവ് എന്നാണ് മൈക്കൽ ഫാരഡേ പറയുന്നത്. ബിക്കോസ് ഹി ഇൻവെന്റഡ് എ ഫിനോമിന ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് മൈക്കൽ ഫാരഡേ ചെയ്ത ആ എക്സ്പെരിമെന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കൽ ഫാരഡേയുടെ എക്സ്പെരിമെന്റ്, ഫാരഡേസ്
experiment relates to electromagnetic induction. So the materials referred to this experiment is galvanometer, a galvanometer, and a solenoid, and the last device which needed is bar magnet. Bar magnet. ഫാരഡേയുടെ എക്സ്പെരിമെന്റിന് ആവശ്യമായിട്ടുള്ള 3 കാര്യം. ഗാൽവനോമീറ്റർ നമ്മുടെ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ്. ഗാൽവനോമീറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഓൾസോ. ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗാൽവനോമീറ്റർ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ, കറണ്ട് ഉണ്ടോ എന്ന് അറിയാൻ, അതുപോലെ തന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിന് ഒരു നീഡിലുണ്ടായിരിക്കും. ആ നീഡിൽ അങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ നീഡിൽ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഗാൽവനോമീറ്ററിന്റെ നീഡിൽ 0 ദർ ഇസ് നോ കറണ്ട്. ഇനി സോളിനോയിഡ് നമ്മൾ കഴിഞ്ഞ 2nd ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ? എ കണ്ടക്ടർ വിച്ച് ഈസ് ഇൻ ദി ഫോം ഓഫ് ഹെലിക്സ്. ഓക്കെ, ബാർ മാഗ്നറ്റ് നമ്മൾക്കറിയാം, മാഗ്നറ്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഫാരഡേ connected the solenoid. Faraday connected the solenoid with galvanometer. He connected the both ends of the solenoid with galvanometer. ഈ ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്തു. ആൻഡ് ഈ ഹാവ് എ മാഗ്നറ്റ്. അവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, the magnet which have the bar magnet which have north pole and south pole. ഓക്കെ, ഒരു മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇനി അദ്ദേഹം ചെയ്യുന്നത് എന്താ? ഹി ടേക്ക് ദി മാഗ്നറ്റ് ആൻഡ് മൂവ് ഇൻ ടു ദി സോളിനോയിഡ് ആൻഡ് മൂവ് ഔട്ട് ഓഫ് ദി സോളിനോയിഡ്. ഹി കണ്ടിന്യൂസ് ഹിസ് ആക്ടിവിറ്റി. അദ്ദേഹം ചെയ്തത് മാഗ്നറ്റ് എടുത്തിട്ട് സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അതുപോലെ ആദ്യം ഫസ്റ്റ് കേസിൽ അദ്ദേഹം ചെയ്തത് സോളിനോയിഡ് ഇവിടെ, മാഗ്നറ്റ് ഇവിടെ. ഓക്കെ, നമ്മൾക്കറിയാം ബാർ മാഗ്നറ്റുമായി ബന്ധപ്പെട്ട് നോർത്ത് പോളും സൗത്ത് പോളും ഒരു മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിച്ച് സ്റ്റാർട്ട് ഫ്രം നോർത്ത് ആൻഡ് എൻഡ് അറ്റ് സൗത്ത്. ഇങ്ങനെ കുറെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ മാഗ്നറ്റിന് ചുറ്റും ഇത് ഇമാജിനറി ലൈൻസ് ആണ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കുറച്ച് ഭാഗം ഇതുമായി ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഈ മാഗ്നറ്റ് ഇതിനടുത്തേക്ക് കൊണ്ടുവരുന്നതനുസരിച്ച് ഇതിന് ചുറ്റുണ്ടാകുന്ന ഫ്ലക്സും അതുപോലെ ഈ കോയിൽ, സോളിനോയിഡ് അല്ലെങ്കിൽ കോയിൽ എന്ന് പറയും. കോയിൽ എന്ന് പറയും. ഓക്കെ, കോയിൽ എന്ന് പറഞ്ഞാൽ ചുരുള്. ഓക്കെ, ഈ കോയിലും അതുപോലെ മാഗ്നറ്റും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവണമെങ്കിൽ, അതായത് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, മാഗ്നറ്റ് ഇങ്ങോട്ട് ചലിക്കും, മാഗ്നറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതല്ലെങ്കിലോ സോളിനോയിഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അതല്ലെങ്കിൽ മാഗ്നറ്റ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യാം. എങ്ങനെ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്ന സമയത്ത് അതുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന് ഒരു ചേഞ്ച് വരും. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ അദ്ദേഹം ചെയ്തത് ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്തു? ഫസ്റ്റ് കേസിൽ സോളിനോയിഡും അതുപോലെ മാഗ്നറ്റും രണ്ടും സ്റ്റേഷനറിയാണ്, രണ്ടും നിശ്ചലമായി നിൽക്കുകയാണ്, സ്റ്റേഷനറി. ഓക്കെ, ഫസ്റ്റ് കേസ് 4 കേസുകളുള്ളത്. ഫസ്റ്റ് കേസ് എന്താണ്? സോളിനോയിഡ് ആൻഡ് മാഗ്നറ്റ് വിച്ച് ആർ ഇൻ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നിശ്ചലമായി നിൽക്കുക. ഇനി സെക്കൻഡ് കേസിലാണെങ്കിലോ ദി മാഗ്നറ്റ് മൂവ് ഇൻ ടു ദി സോളിനോയിഡ്. ഇത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, മൂവ് ഇൻ ടു ദി സോളിനോയിഡ്. ഇനി തേർഡ് കേസും എന്ത് തന്നെയാണ്? സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിശ്ചലമായി നിൽക്കുക. ഇതാ, ഇപ്പൊ ഇത് സോളിനോയിഡ് ആണെന്ന് കരുതുക, ഇത് മാഗ്നറ്റ് ആണെന്ന് കരുതുക. ഫസ്റ്റ് കേസ് രണ്ടും സ്റ്റേഷനറി, ഓക്കെ, നിശ്ചലമായിട്ട്. സെക്കൻഡ് കേസ് ഇതിങ്ങനെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്ന കേസ്. ഓക്കെ, അതാണ് സെക്കൻഡ്. ഇനി തേർഡ് കേസ് എന്താണ്? ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പൊ തേർഡ് കേസ് സ്റ്റേഷനറി. ഇനി ഫോർത്ത് കേസ് എന്തായിരിക്കും?
ഫോർത്ത് കേസ് എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റ് സോളിനോയിഡിൽ നിന്ന് പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ പുറത്തേക്ക് എന്ത് ചെയ്യാം, വരിക. ഓക്കെ, ഇങ്ങനെ 4 കേസാണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ബോത്ത് ആർ ഇൻ റെസ്റ്റ്, ദി മാഗ്നറ്റ് ആൻഡ് ദി സോളിനോയിഡ് ആർ ഇൻ റെസ്റ്റ്, രണ്ടും റെസ്റ്റിലാണ്. ആ സമയത്ത് ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ ഓൺ ദി ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്ത് ചെയ്യുന്നില്ല, ഡിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കറന്റ്. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, കറന്റ് ഉണ്ടായിരിക്കും. ഇൻ ദി സെക്കൻഡ് കേസ് he moved the magnet into the solenoid. At that time the galvanometer needle deflects into one direction. സീറോയിൽ നിൽക്കുന്ന ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എന്ത് ചെയ്തു, ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. ആൻഡ് ഇറ്റ് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഒന്ന് ഡിഫ്ലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആദ്യത്തെ പോലെ തന്നെ വന്നു നിന്നു. ബിക്കോസ് ദി മാഗ്നറ്റ് ഈസ് ഇൻ റെസ്റ്റ് ഇൻ ദി സോളിനോയിഡ്. സോളിനോയിഡിന്റെ ഉള്ളിൽ മാഗ്നറ്റ് എന്താണ്, റെസ്റ്റിലാണ്. ഓക്കെ, ഇനി അദ്ദേഹം എന്ത് ചെയ്തു, തേർഡ് കേസ് അപ്പോൾ സ്റ്റേഷനറി ആണ്. അപ്പോൾ ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. അവിടെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാൻ ചലിക്കുക. ഓക്കെ, ആൻഡ് ഇൻ ദി ഫോർത്ത് കേസ് ഹി മൂവ് ദി മാഗ്നറ്റ് ഔട്ട് ഓഫ് ദി സോളിനോയിഡ്. ഫോർത്ത് കേസിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ നിൽക്കുന്ന സോളിനോയിഡ്, ഫസ്റ്റ് കേസ് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു, സെക്കൻഡ് കേസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കേസ്, തേർഡ് കേസ് ഇവിടെ റെസ്റ്റ്, ഫോർത്ത് കേസ് പുറത്തേക്ക് കൊണ്ടുവരിക. അറ്റ് ദാറ്റ് ടൈം ഹി ഒബ്സർവ് ദാറ്റ് ദി മാഗ്നറ്റിക് നീഡിൽ വിച്ച് ഡിഫ്ലക്ട്സ് ഇൻ ടു ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സെക്കൻഡ് കേസിൽ ഡിഫ്ലക്ഷൻ അങ്ങോട്ടായിരുന്നു, ഫോർത്ത് കേസിൽ ഡിഫ്ലക്ഷന് അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അങ്ങനെ 2 കേസിൽ അദ്ദേഹം ഡിഫ്ലക്ഷന് കണ്ടു. ഏതൊക്കെയാണ്, മൂവ് അറ്റ് ദി ടൈം ഓഫ് the solenoid, the magnet which move into the solenoid, and during the solenoid, the magnet which move out of the solenoid. അങ്ങനെ 2 കേസിൽ അദ്ദേഹം ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്താ പറയാം, അറ്റ് ദാറ്റ് ടൈം ദർ ഈസ് എ കറന്റ് പ്രൊഡ്യൂസേഴ്സ്, അവിടെ ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾക്കറിയാം, അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ മാഗ്നറ്റിന് ചുറ്റും നമ്മൾ എന്ത് പറഞ്ഞു, ധാരാളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ദാറ്റ് ഈസ് ടുഗദർ കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, ഞാൻ ഈ മാഗ്നറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ കോയിലുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം അല്ലേ. ഞാൻ മാഗ്നറ്റ് ഇങ്ങനെ കുറെ ദൂരത്തേക്ക് കൊണ്ടുവരികയാണെന്ന് കരുതുക. അപ്പൊ എന്ത് ചെയ്യും, ഈ സോളിനോയിഡുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് അല്ലെങ്കിൽ കോയിലുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന്റെ അളവ് കുറയും, ചേഞ്ച് വരും. ഇനി ഞാൻ ഈ മാഗ്നറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ ഈ കോയിലുമായി അല്ലെങ്കിൽ സോളിനോയിഡുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന്റെ അളവ് കൂടും. സോ ദർ ഇസ് എ ചേഞ്ച്, വെദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അതായത് ഈ കോയിലുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന്റെ അളവ് കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും കുഴപ്പമില്ല, ഒരു ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് വരുന്ന സമയത്ത് whenever there is a change
in the magnetic flux linked with a coil and EMF induces a current produces in the coil. This phenomenon is known as electromagnetic induction. Electromagnetic induction. ഓക്കെ, അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്കൽ ഫാരഡെ കണ്ടെത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനോമിനാണ്. അതെന്താണ്? വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ, എ കറന്റ് പ്രൊഡ്യൂസസ് ഇൻ ദി കോയിൽ. ദിസ് ഫിനോമിന ഇസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മളതിനെ ചുരുക്കിയിട്ട് EMI എന്നൊക്കെ പറയും, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഫിനോമിന ഓഫ് ഇൻഡ്യൂസിങ് എ കറന്റ് whenever there is a change in the magnetic flux linked with a coil. It is the phenomena of producing a current in a coil whenever there is a change in the magnetic flux linked with a coil. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഒരു ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന EMF പറയുന്നതാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിനെ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് EMF. അതുപോലെ അവിടെ ഉണ്ടാകുന്ന കറന്റിനെ പറയുന്നതാണ് ഇൻഡ്യൂസ്ഡ് കറന്റ്. ഇതൊക്കെ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കറന്റ് പ്രൊഡ്യൂസേഴ്സ് ഡ്യൂറിങ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വോൾട്ടേജ് ഇൻഡ്യൂസേഴ്സ് ഡ്യൂറിങ് ദി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കും. അപ്പോൾ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. There are 3 factors which affecting the electromagnetic induction or the amount of electricity produced during the electromagnetic induction. Electromagnetic induction നടക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. The first one is number of turns of coils. Number of turns of solenoid or coil. Okay, ഇതൊരു സോളിനോയിഡ് ആണ്. സപ്പോസ് ദിസ് ഇസ് എ സോളിനോയിഡ് ആൻഡ് അനദർ solenoid is which have large number of turns. If we move a magnet through this solenoid and after this solenoid there will be a large amount of EMF produced in the second solenoid because it have large number of turns. നമ്മുടെ സെക്കൻഡ് സോളിനോയിഡ് നോക്കുക, അവിടെ ടേൺസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് EMF അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കൂടുതൽ നടക്കുക. കാരണം അവിടെ ഫ്ലക്സിന്റെ ചേഞ്ച് കൂടുതലായിരിക്കും അല്ലേ. ഇവിടെ ഈ മാഗ്നറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതുമായി ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിന് ചേഞ്ച് കുറവായിരിക്കും, ബിക്കോസ് ലെസ് നമ്പർ ഓഫ് ടേൺസ്. ഇവിടെ എന്താണ്, കുറേ ടേൺസ് ഉള്ളതുകൊണ്ട് അവിടെ ഫ്ലക്സിന് ചേഞ്ച് കൂടുതലായിരിക്കും, അപ്പോൾ അവിടെ EMF കൂടുതലായിരിക്കും. So the first one is number of turns of coil, and the second one is strength of magnet. Strength of magnet. Strength of magnet. നമ്മൾ സ്ട്രെങ്ത് കൂടിയ മാഗ്നറ്റ് ഇതൊരു മാഗ്നറ്റ് ആണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടിയ ഒരു മാഗ്നറ്റ് എടുത്താൽ ഈ സ്ട്രെങ്ത് കൂടിയ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഫ്ലക്സ് കൂടി കഴിഞ്ഞാൽ ഫ്ലക്സിന് ഉണ്ടാകുന്ന ചേഞ്ചും കൂടും. അപ്പോൾ ഫസ്റ്റ് ഈ മാഗ്നറ്റ് എടുത്തിട്ട് നമ്മൾ എന്താണ് സോളിനോയിഡിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും മൂവ് ചെയ്യിക്കണം കരുതുക. അതിനുശേഷം ഈ മാഗ്നറ്റ് എടുത്തിട്ട് പുറത്തേക്കും അതുപോലെ ഉള്ളിലേക്കും മൂവ് ചെയ്യിക്കണമെങ്കിൽ സ്ട്രെങ്ത് കൂടിയ മാഗ്നറ്റ് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുതലായിരിക്കും, ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കുറവായിരിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ അതിനേക്കാളും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുമ്പോൾ ഫ്ലക്സ് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഫ്ലക്സിന് ഉണ്ടാകുന്ന ചേഞ്ചും കൂടുതലായിരിക്കും. സോ ദി സെക്കൻഡ് factor is strength of magnet, and the third factor is speed of motion. Speed of motion of magnet. നമ്മൾ മാഗ്നറ്റ് ആണ് ഇവിടെ മൂവ് ചെയ്യിക്കുന്നത്.
ഇനി നേരെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റ് എന്ത് ചെയ്യാം, മാഗ്നറ്റ് റസ്റ്റിൽ നിർത്തിയിട്ട് സോളിനോയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അപ്പോഴും ഫ്ലക്സിന് ചേഞ്ച് വരും അല്ലേ. അപ്പോൾ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് മാഗ്നറ്റ് ഓർ solenoid. Third factor is speed of motion of solenoid or magnet. So there are three factors which depending the electromagnetic induction. The first one is speed of motion of magnet, second one is number of turns, and the third one is strength of magnet. So these three factors are very important.